പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിമെയ്ഡ് പോലെ നമുക്ക് പലാസോ പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലോ? ഒരുപാട് മെത്തേഡുകളുണ്ട് നമുക്ക് ഈ പലാസോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ എത്ര സൈസിലുള്ളവർക്കും ടൈറ്റ് ആവാതെയും ഈ മേളിലോട്ട് കയറി പോകുന്ന പ്രോബ്ലം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ പലാസോ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 2.25 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പാൻറ് ലെങ്ത് എത്ര വേണം അതിനനുസരിച്ചാണ് ക്ലോത്ത് എടുക്കാനുള്ളത്. ഫസ്റ്റ് ലെങ്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുവാണേ. ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാനുള്ളത്, ബാക്ക് പാർട്ട് പിന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ പാൻറ്റിന് എത്രയാണ് ലെങ്ത് വേണ്ടത് ആ ലെങ്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ലെങ്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്ന ടോട്ടൽ ലെങ്ത് 43 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് പാൻറ്റിന് വേണ്ടത് 38 ഇഞ്ചാണ്. 2 ഇഞ്ച് നമുക്ക് ബെൽറ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ എലാസ്റ്റിക് കൊടുക്കാനായിട്ട്. 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ 2 ഇഞ്ച് ഫോൾഡ് ചെയ്യണം. 1 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് ഫോൾഡ് ചെയ്യാനായിട്ട് വിട്ടാൽ മതി. ഞാനിവിടെ 1.5 ഇഞ്ച് എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്, 2 ഇഞ്ച് ബെൽറ്റിന് എടുക്കുന്നുണ്ട്, 3 ഇഞ്ച് ലെങ്ത് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ലെങ്ത് ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ചായാലും മതി. ഞാനിവിടെ ഒന്ന് കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ബെൽറ്റിന് 2 ഇഞ്ച്, ലെങ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 ഇഞ്ച്, 38 ഇഞ്ച് എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്. 43 ഇഞ്ച് ടോട്ടൽ ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ 43 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇപ്പം ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബെൽറ്റിന് സെപ്പറേറ്റ് ചെയ്യണം. ഇതിപ്പോൾ 43 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ഇഞ്ച് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ആ 2 ഇഞ്ച് സെപ്പറേറ്റ് മാറ്റി മാർക്ക് ചെയ്യാം. ഈ 2 ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ്. ആ 2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ഒരു ലൈൻ കൂടെ കൊടുക്കുവാണേ. ഇത് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടാണ്, ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് താഴെയാണ് നമുക്ക് ബാക്കി മാർക്കിംഗ് എല്ലാം കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത്, എനിക്കിവിടെ ടോട്ടൽ വേസ്റ്റിൻ്റെ വണ്ണം 40ആണ്. 40ൻ്റെ 4 1 വരുമ്പോൾ 10 ഇഞ്ച്. 10 ഇഞ്ചിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, 12 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ലൂസ് വേണം, അതുപോലെ സീം അലവൻസ് വേണം. അങ്ങനെ ലൂസും സീം അലവൻസും ഉൾപ്പെടെയാണ് ഞാൻ 12 ഇഞ്ച് വണ്ണം കൊടുക്കുന്നത്. നമുക്ക് ടോട്ടൽ വണ്ണം എത്രയാണോ അതിൻ്റെ 4 എത്ര ലൂസ് വേണം അത് കണക്കിന് നമുക്ക് മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. സീറ്റ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നമ്മളിവിടെ വേസ്റ്റിൻ്റെ വണ്ണം കൊടുത്തല്ലോ 12 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്ത് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 13 ഇഞ്ച് സീറ്റ് ലെങ്ത് കൊടുക്കുവാണ്. ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ഈ സെയിം ആയിരിക്കണം 12 ഇഞ്ച് കേട്ടോ. ആ 12 ഇഞ്ച് ഇവിടെയും കറക്റ്റായിട്ട് വേണം ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. സീറ്റ് ലെങ്തും 13 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാറ്റി ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഒന്ന് വളച്ച് വരച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി കാൽ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് എത്ര ഇഞ്ചാണ് കാൽ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 15 ഇഞ്ച് കാൽ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 15 മാർക്ക് ചെയ്ത ശേഷം ഇതാ ഈ ക്രോച്ച് ഏരിയ ആയിട്ട് ചേർത്ത് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെയും ഇതാ ഇതുപോലെ ഇത് കൊടുത്ത അതേ കണക്കിന് ഇതാ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് താഴോട്ട് ലൈൻ കൊടുത്താൽ മതി.
ഇതാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതേ കണക്കിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ മാർക്ക് ചെയ്ത് കൊടുത്ത അതേ കണക്കിന് ഇതേ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇവിടെ വരുമ്പോൾ ആ ലെവലിൽ തന്നെ നമുക്ക് ആ 2 ഇഞ്ച് കണ്ടോ, 2 ഇഞ്ച് ഇത് ബെൽറ്റിൻ്റെതാണ്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു കട്ട് കൂടെ ഉണ്ട്. ഈ സൈഡ് ഓപ്പൺ കൊടുക്കണം. നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടിന് 2 കാലിന് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് 2 കാലിനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡ് ഒന്ന് ഓപ്പൺ കൂടെ കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നിവർത്തി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. 2 കാലിനായിട്ട് ഇങ്ങനെ വരും. ഈ ക്രോച്ച് ഏരിയകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് 2 കാലിനായിട്ട് വരും. ഇതുപോലെ നമുക്ക് ബാക്ക് പാർട്ടിലും 2 പീസ് വേണം. അപ്പോൾ ഈ പീസ് വെച്ച് തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഇതുപോലെ ലെങ്ത് വെച്ച് 2ആയിട്ട് ബാക്ക് പാർട്ടും ഫോൾഡ് ചെയ്തിടാം. ഇതിവിടെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. ഇതിനൊന്ന് ലെവൽ ചെയ്ത് മാറ്റാം. ഇനി ഇതാ ലെങ്ത് വൈസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാൽ മതി. ഫോൾഡ് ചെയ്തിടുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പീസിന് ഈ ഓപ്പൺ സൈഡ് എൻ്റെ സൈഡ് കൊടുക്കുവാണേ. 2 സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഈ സൈഡ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡഡ് സൈഡിൽ നമുക്ക് കൂടുതൽ ക്ലോത്ത് കിട്ടും. ടോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാനൊക്കെ ഇവിടെ നിന്ന് ആവശ്യത്തിന് ക്ലോത്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ സൈഡ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. 2 സൈഡ് ഓപ്പൺ കൊടുക്കുമല്ലേ, അതുകൊണ്ട് സാരമല്ല. ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. എന്തായാലും 2 സൈഡും ഓപ്പൺ കൊടുക്കണം. ഇനി ഇത് 2ഉം നന്നായിട്ട് ഇപ്പോൾ അതായത് നല്ലപോലെ ലെവൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ട് വെച്ചാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, 2ഉം ഇങ്ങനെയാണ് കേട്ടോ. സൈഡ് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ നല്ലപോലെ അറിയാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലെങ്ത് കണക്കിന് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒരു 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഡ് ചെയ്ത് മാർക്ക് ചെയ്യണം. ഈ ഫ്രണ്ട് പാർട്ടിനേക്കാളും 2 ഇഞ്ച് ഇങ്ങനെ കൂട്ടി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്രോച്ചിൻ്റെ സൈഡാണ്. ഈ ക്രോച്ച് ഏരിയയുടെ ഷേപ്പിന് അതേ ഷേപ്പിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വളച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വളച്ച് അതേ കണക്കിന് തന്നെ ഇതുപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് ഫുള്ള് നമുക്ക് ഈ ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് ഈ സൈഡിൽ കൂടുതൽ വേണം കേട്ടോ. എങ്കിലേ ആവശ്യത്തിന് നമുക്ക് ലൂസ് കിട്ടുള്ളൂ. നല്ലപോലെ അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തവും ഇല്ലാതെ നല്ല കംഫർട്ടായിരിക്കും. ലെങ്ത് ഫുള്ള് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കുവാണേ. ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. 2 ഇഞ്ച് ഈ സൈഡിൽ മാത്രമാണ് കൂട്ടിക്കൊടുത്തത്. ഇനിതാ ഇവിടെ ഈ ലെങ്ത് ഭാഗത്ത് ഈ ബെൽറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഈ ബെൽറ്റിൻ്റെ മുകളിൽ 2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് കറക്റ്റ് ലെവല്. അവിടെ ഒന്ന് വരച്ചു കൊടുത്തതന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ 2 ഇഞ്ച് ഇങ്ങനെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതും ഒരു ലൈൻ കൊടുത്ത് വയ്ക്കുവാണേ. ഇതാണ്
ഈ ബാക്ക് പാർട്ടിൻ്റെ വ്യത്യാസം ഈ സൈഡും 2 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് ഇതാണല്ലോ ഫ്രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് ലെങ്ത് അല്ലേ, ഇതാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് ലെങ്ത്. ഇനി ഫ്രണ്ട് പാർട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ചെയ്യാനുള്ളത് ഈ ബാക്ക് പാർട്ടിന് നമ്മളിവിടെ 2 ഇഞ്ച് കൂട്ടി കൊടുത്തല്ലോ ഈ പോയിന്റിൽ നിന്ന്, ഈ സ്റ്റെപ്പ് കയറുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈ പോർഷൻ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമുക്ക് കൂടുതൽ വണ്ണം വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫ്രണ്ട് പാർട്ടിലോട്ട് ഇതാ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്താ ഈ കോണിലൊന്ന് ഈ ഫ്രണ്ട് പാർട്ട് ഇവിടെ നമ്മൾ ലെവൽ ചെയ്ത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുവരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കാരണം ഇവിടെ നമുക്ക് വണ്ണം കൂടുതൽ വേണ്ട, ഈ ബാക്ക് പോർഷനിലാണ് വണ്ണം കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേ ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഈ ഷേപ്പ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കൺഫ്യൂഷൻ വരുമല്ലേ, അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി ഇതേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഈ മാർക്ക് ചെയ്ത് ഇതേ ഷേപ്പിൽ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് കയറിയിരിക്കും. കണ്ടോ, ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ഇതാണ് ബാക്ക് പാർട്ട്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ വണ്ണം വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലായിക്കോളും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്രോച്ച് ഏരിയകൾ തമ്മിലൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യണം. നോർമലി പാൻറ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്രോച്ച് ഏരിയകൾ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ടും ബാക്കും പാർട്ട് ഇതുപോലെ ക്രോച്ച് ഏരിയകളൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. ഫ്രണ്ടും ബാക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ പോർഷൻ കൂടെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തത്. ഈ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടുകൾ തന്നെ 2 ഒന്നിച്ച് ക്രോച്ച് ഏരിയകൾ സ്റ്റിച്ച് ചെയ്യാവൂ. ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയകൾ തന്നെ സ്റ്റിച്ച് ചെയ്യണം ചേർത്ത് വെച്ചിട്ട്. അല്ലാതെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മാറ്റി മാറ്റി പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതേ രീതിക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ക്രോച്ച് ഏരിയകൾ തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം സൈഡ് തമ്മിലൊന്ന് യോജിപ്പിച്ചടിച്ചാൽ മതി. കണ്ടോ, നമ്മൾ ഈ ഓപ്പൺ കൊടുത്ത ഈ സൈഡ് രണ്ടും ഒന്നുകൂടെ യോജിപ്പിച്ച് ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡും ക്രോച്ചും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് 2 കാലും ഇങ്ങനെ യോജിപ്പിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ലെങ്ത് ഭാഗം മടക്കി അടിക്കണം. ഇത് കണ്ടോ, ലെങ്ത് ഭാഗം മടക്കി അടിച്ച ശേഷം സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ 3 ഫോൾഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 3 ഫോൾഡ് കൊടുക്കുന്നത്. 3 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊടുത്തു കഴിഞ്ഞ് ഇതുകൂടെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാ പാൻറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ബെൽറ്റിൻ്റെ സൈഡ് അടിച്ചെടുക്കാനുള്ളത് കേട്ടോ. ഇനി ഇതാ ബെൽറ്റിൻ്റെ സൈഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ബാക്ക് പോർഷൻ. നമ്മളിങ്ങനെ ഇവിടെ വണ്ണം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാ ചെയ്യുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. 1/2 ഇഞ്ച് കൂടെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ബാക്ക് സൈഡ് വരുമ്പോൾ കണ്ടോ, ഈ ക്രോച്ചുകൾ നമ്മൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ നിൽക്കും. കണ്ടോ, കൂടുതൽ ക്ലോത്ത് കാണും. അത് അവിടെ ഒരു 2 കുഞ്ഞ് പ്ലേറ്റ്സ്, 1 2 കുഞ്ഞ് പ്ലേറ്റ്സ് ഇവിടെ ഇതുപോലെ ഒന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് ലെവലായിക്കോളും, വൃത്തിയേടൊന്നുമില്ല. കാരണം എലാസ്റ്റിക് കൊടുക്കുമ്പോൾ ഓൾറെഡി അത് ചുരുങ്ങി വരുമല്ലോ, അതിൻ്റെ കൂടെ അത് സെറ്റ് ആയിക്കോളും കേട്ടോ. അത് അറിയത്തില്ല. 2 സൈഡും ഈ സ്റ്റിച്ചിൻ്റെ അപ്പുറം ഇപ്പുറവും കുഞ്ഞ് പ്ലേറ്റ്സ് 1 2 ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, കുഞ്ഞ് പ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഞാനിവിടെ 2 സൈഡിലും ഈ സ്റ്റിച്ചിൻ്റെ 2 സൈഡിലും 1 2 കുഞ്ഞ് പ്ലേറ്റ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് കൂടെ ഇട്ട് കഴിയുമ്പോൾ സെറ്റാവും. നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ, നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നമുക്കത് ഡെയിലി വെയർ ആയിട്ടോ അല്ലാതെയോ യൂസ് ചെയ്യാനായിട്ട് നല്ല പാൻറ്റാണ്. ഇതുപോലെയാണ് നമുക്ക് പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.